ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂട്ടീസ് വ്ലോഗ്. ഞാനിതിൻ്റെ സൗണ്ട് എല്ലാം കട്ട് ചെയ്ത് വോയിസ് ഓവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് പറഞ്ഞതുപോലെ എനിക്ക് പെട്ടെന്ന് വ്ലോഗ് ഇടാൻ പറ്റിയിട്ടില്ല. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സംസാരിച്ചതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ വേറെ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ മാളൂട്ടി ഇങ്ങനെ ഉറക്കത്തു നിന്നൊക്കെ എഴുന്നേറ്റ് രാവിലെ തന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കൊച്ചിയിൽ മാരിയറ്റ് ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ മാളൂട്ടിക്കൊരു ഷൂട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എപ്പോഴും വ്ലോഗ് ലേറ്റ് ആയിട്ട് ഇടുന്നതുകൊണ്ട് നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ലോഗായിട്ട് വരുന്നത്. ആ വ്ലോഗാണിത്. ഇപ്പോൾ ഈ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, ഞങ്ങൾ ലാലേട്ടനെയും മമ്മൂക്കാനെയൊക്കെ മീറ്റ് ചെയ്ത വ്ലോഗാണിത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇടാൻ പറ്റില്ലായിരുന്നു, കാരണം ഇത് ടി വിയിലൊക്കെ വരുന്ന ഷോ ആയതുകൊണ്ട് അവർ അപ്ലോഡ് ചെയ്തതിന് ശേഷമേ നമുക്കിത് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇടാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് വൈകിപ്പോയത്. പക്ഷേ ഞാൻ കുറച്ചധികം വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഞങ്ങളുടെ ഈ ഒരു മെമ്മറീസൊക്കെ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ലുലുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഹോട്ടലിലേക്ക് പോയത്. കുറേ സ്റ്റാർസ് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നവരെയൊക്കെ മീറ്റ് ചെയ്ത് അവിടെ ഉള്ളവരെയൊക്കെ മാളൂട്ടി പരിചയപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ മമ്മൂക്ക അങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് ആ ഒരു ടൈമിൽ മമ്മൂക്ക വരുന്നുള്ള ഒരു ക്ലൂവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സർപ്രൈസ്ഡായി. ഓൾറെഡി ഞങ്ങൾ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ബൊക്ക കൊടുത്തപ്പോൾ അതിനകത്തുനിന്നൊരു പൂവ് എടുത്തിട്ട് മാളൂട്ടിക്ക് കൊടുത്തത്. മാളൂട്ടിനെ വിളിച്ചിട്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പം ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ അമ്മ ഷോ നടത്തുന്ന മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാളൂട്ടി വന്നിട്ടുള്ളത്. അതിൽ കുട്ടിച്ചോദ്യം എത്ത് മാളൂട്ടി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അവിടെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന തിരക്കിലും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പറ്റുന്ന സമയത്തൊക്കെയാണ് ഈ വ്ലോഗ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതാ ഡെസേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളൊരു പ്ലേറ്റ് നിറയെ ഡെസേർട്ടൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുകയാണ്. മമ്മൂക്ക വന്നപ്പോൾ കുറച്ച് നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ആയിട്ട് കുറച്ച് അപ്പുറത്തൊരു ചെയറിലിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം നോക്കിയിരുന്ന്, അയ്യോ ഇത് ശരിക്കും നടക്കുകയാണോ സ്വപ്നമാണോ? എല്ലാവർക്കും അതെ. മുബിക്കാക്കി മാളൂസിന് പിന്നെ അങ്ങനെയില്ല, അവൾക്ക് പക്ഷെ അവൾക്ക് തന്നെ ഈ ഒരു ഫീൽ അങ്ങനെ അറിയാനായിട്ടില്ലല്ലോ. അവള് എല്ലാവരെയും കാണുന്നു ആ ഒരു ഫീലല്ലേ. പക്ഷെ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ ഇവരെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും, ഇത്ര അടുത്ത് കാണാൻ പറ്റും എന്നുള്ളതൊന്നും. അടിപൊളിയാണ്. മമ്മൂക്ക സൂപ്പറാണ്. ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടി യങ്ങാണ് നേരിട്ട് കാണാൻ. സൂപ്പർ അല്ലേ? മമ്മൂക്ക എനിക്കൊരു പൂ തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല റോസാപ്പൂ, നല്ല റെഡ് റോസ് അല്ലേ? അത് ഞാൻ ഇനി ആർക്കും കൊടുക്കാതെ ഞാൻ എടുത്തു വെക്കും എപ്പോഴും. ഇനിയിപ്പോൾ ലാലേട്ടന് എന്താണോ തരാ അല്ലേ? ലാലേട്ടനെ കണ്ടാൽ മതിയോ? അതെ, ഒരിക്കലും വിചാരിച്ചില്ല മാളൂട്ടിക്ക് കൊണ്ടുവന്നിട്ട്. അതെ, മമ്മൂക്കയ്ക്ക് കൊടുത്ത ബൊക്കയിലുള്ളൊരു ഫ്ലേവറാണ് എടുത്തു കൊടുത്തത്. നമ്മൾ പെട്ടെന്ന് അവൾ പോയി ഒരു ഹായ് പറഞ്ഞപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഭയങ്കര ഇപ്പോഴും ഇത് റിയലാണോ സ്വപ്നമാണോ എന്നൊക്കെ അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. മമ്മൂക്ക എന്നല്ല, എല്ലാ സെലിബ്രിറ്റീസിനെ കാണുമ്പോഴും അതെ, ഓരോരുത്തരെ കാണുമ്പോഴും അല്ലേ? സിദ്ദിഖ് സാറ്, പിന്നെ ഒരുപാട് പേരുണ്ട് നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. നമ്മൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടാണ് നിന്നത്. അപ്പോഴൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതെ, മാളൂട്ടീനെ ഒരുവിധം എല്ലാവർക്കും ഓൾറെഡി അറിയാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് മാളൂട്ടി പിന്നെയും പ്രാക്ടീസ് ചെയ്യുന്ന സെക്ഷനിലേക്ക് വന്ന്. നമ്മൾ മഴവിൽ മനോരമയിലുള്ളപ്പോൾ അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡാൻസേഴ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മാളൂട്ടി അവരെ കൂടെ പോയി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അന്ന് കാര്യമായിട്ടുള്ള ഷൂട്ടൊന്നും നടന്നില്ല. അങ്ങനെ സെക്കൻഡ് ഡേ ആയി. പിന്നെ ഷൂട്ടിന് പോവാണ്. ഇന്ന് ആരെയൊക്കെ കാണുമെന്ന് അറിയില്ല. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ? മാളൂട്ടി സുന്ദരിയായിട്ട് പോവാണ്. അപ്പൊ അവിടെ പോയിട്ട് മാളൂട്ടി ഇപ്പോഴും ഉറക്കത്തിന്ന് മര്യാദക്കൊന്നും ഇതായില്ല, ഓണായിട്ടില്ല. കുറച്ച് കഴിയും ഒന്ന് ഓണം. അല്ല വളരെ പറയാല്ലേ? ഭയങ്കര ഇഷ്ടമായി ഷൈൻ ടോമിനെ. മാളൂട്ടി ഷൈൻ ടോം ചാക്കോന്റെ ഫാനായി പോയിട്ടോ ഒറ്റ ദിവസം കൊണ്ട്. മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സിന്റെ ബിഹൈൻഡ് ദ സീൻസിൽ മിനിമിക്സ് ടോട്ടൽ കെയർ ഷാമ്പൂ, കുട്ടിച്ചോദ്യം,
മാളൂട്ടി അവിടെ ചെയ്യുന്നത്. മാളൂട്ടി ഇങ്ങനെ കുറച്ച് കുട്ടിച്ചോദ്യങ്ങളും കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എല്ലാവരുടെ അടുത്തും പോയി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അങ്ങനെയുള്ളൊരു ഇൻട്രാക്ഷൻ പോലൊരു സംഭവമാണ് അവളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് വരുമ്പം എല്ലാവർക്കും കാണാം. എന്നാ വരാന്ന് എനിക്കറിയില്ല. ഇന്ന് വന്നാ മതിയായിരുന്നു. ഇന്ന് വരുമോ എനിക്കറിയില്ല. ലാലേട്ടനെ കാണാൻ പറ്റുന്നുള്ളത് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ ആരും ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉണ്ടാകും എന്ന് അറിയാം, പക്ഷെ എന്നാലും നമുക്കങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ലാലേട്ടനെ എന്തായാലും മാളൂട്ടിക്ക് മീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഷോയിലെ ഡയറക്ടറിനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിലേക്ക് വിളിക്കുമ്പോൾ. അതുകൊണ്ടാണ് അവൾ ലാലേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ലാലേട്ടനെ കാണണം നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്ക വന്നതൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ മുമ്പിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ നമുക്കൊന്നും ആ ഒരു എക്സൈറ്റ്മെൻറ്റിനുള്ള സമയം പോലും സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. നമുക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിപ്പോയത്. പക്ഷേ ലാലേട്ടൻ വരുമെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഇന്ന് വരുമോ എന്നുള്ളത് ആലോചിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം മാരിയറ്റിലെത്തി. ഇന്ന് ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഡാൻസേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, അവരെപ്പോഴും പ്രാക്ടീസൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. രാവിലെ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഇഡ്ഡലിയും ദോശയും ഒരുപാട് കറികളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാളൂട്ടി എന്തൊക്കെയോ സജഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ താഴേക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് പോയി. വായിക്കുന്ന കേൾക്കുന്നില്ലേ? അത് ഇവിടെ നിന്നിട്ട് ഒരാള് വായിക്കുന്നതാണ്. ഞാൻ ഇന്നത്തെ അച്ഛനമ്മ ഞാൻ ഇന്നലെ പോകുമ്പോഴേ പറഞ്ഞു ചേച്ചി നാളെ മിഠായി തരാന്ന്. എന്നിട്ട് അപ്പൊ മഞ്ജു ചേച്ചി ഇന്ന് മിഠായി തന്നല്ലോ. നമ്മൾ അമ്മ ഷോയിൽ പോയ സമയത്തായിരുന്നു കേട്ടോ ജീപ്പിനെ മാളൂട്ടി ഫസ്റ്റ് മീറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഓരോ സ്റ്റാർസൊക്കെ വരുന്ന സമയത്താണ് മാളൂട്ടിക്ക് ഷൂട്ട് ഉണ്ടാവുക. അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം നോക്കിയിട്ട് മാളൂട്ടീൻ്റെ സെഗ്മെൻറ്റ് മാളൂട്ടി ചെയ്യലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് ആളൊന്ന് ഉറങ്ങി. പിന്നെ അവൾ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം മാരീഡിൻ്റെ പുറത്ത് വെച്ചിട്ട് കുറച്ച് ഔട്ട്ഡോർ ഷോട്ടൊക്കെ എടുക്കാനുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതൊക്കെ അവർ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ മാരീഡിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ കൊച്ചിയിൽ ലുലു മാളിൻ്റെ തൊട്ടടുത്തുള്ള മാരിയറ്റ് ഹോട്ടൽ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് മാരിയറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നേക്കെ അവിടുന്ന് ഷൂട്ട് ചെയ്തു. മാളൂട്ടീൻ്റെ സൗണ്ടൊക്കെ കുറച്ച് അടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. പിന്നെ കുറച്ച് മന്ത്സിൻ്റെ ഗ്യാപ്പും ഉണ്ടല്ലോ, അപ്പോൾ ആ ഡിഫറൻസും ഉണ്ട് അവളെ സൗണ്ടിൽ. ഇനി എന്താ നാളെ നമ്മൾ മാരിയറ്റിൽ നിന്ന് കാർ എടുത്ത് ഇറങ്ങിയപ്പോൾ തൊട്ട് പുറകിൽ കാറിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഉണ്ണിമൂന്തനെ കണ്ടു. അപ്പോൾ മാളൂട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് തിരിച്ച് ഹായ് എല്ലാം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അമ്മ ഷോയിൽ വന്നതാണോ അല്ലെന്ന് അന്ന് ആ സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് മാളൂട്ടി അവർ പോകുന്ന വരെ തിരിഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ എന്താ ലാലേട്ടൻ വരുമോ? വന്നില്ലെങ്കിലോ? പിന്നെ അങ്ങനെ നമ്മളെ ഷൂട്ടിൻ്റെ മൂന്നാമത്തെ ദിവസമായി. ഇന്നെങ്കിലും ലാലേട്ടൻ വരുമെന്ന് മാളൂട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാരിയറ്റിൽ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇന്ന്. പക്ഷേ നമ്മുടെ കൂടെ ഷൂട്ടിന് നമ്മുടെ മിത്രാസും കൂടെ ഉണ്ട്. ഇന്നത്തെ സെഗ്മെൻറ്റിൽ അവരും കൂടെ ഉണ്ട്. മാളൂട്ടീൻ്റെ കൂടെയല്ല, അവർ വേറൊരു സെഗ്മെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവരെ മീറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെയും ഷൂട്ട് നടക്കുന്നിടത്തേക്ക് വന്ന് കുട്ടികളെല്ലാവരും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മാളൂട്ടി ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അവർക്കൊരു സ്കെയിലുണ്ട്, ഒരു ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു സ്കെയിലുണ്ട്. അപ്പോൾ അത് വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ ഷൂട്ട് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്റ്റാർസ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് നമ്മൾ സെഗ്മെൻറ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരുടെ പോയതൊന്നും നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് പറ്റുന്ന ടൈമിലാണ് ഞാൻ ഷൂട്ട് ചെയ്ത് ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലഞ്ച് ടൈം ആയി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പുനെ പോലൊരു ബലൂൺ.
അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് ആയിട്ടും പിന്നെ ഫ്രീ ആയിട്ടുള്ള സമയത്ത് മാളൂട്ടി അയലക്കൂടെയൊക്കെ നടന്ന് കളിച്ചും അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുമ്പോഴാണ് പിന്നെയും ആ ദിവസം മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നത്. അതും പ്രതീക്ഷിക്കാതെയായിരുന്നു. നമുക്ക് മമ്മൂക്ക വരുന്നത് മുൻകൂട്ടി എങ്ങനെയും അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മാളൂട്ടി വേഗം ഓടിപ്പോയി പിന്നെ ഹായ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ആ ദിവസത്തെ നമ്മളെ ഷൂട്ടും ഏകദേശം തീരാനായി. ഇന്നും ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും അബ്ബയും കൂടെ അവിടെ ഇരുന്ന് വാട്ടർ ബോട്ടിൽ കൊണ്ട് കളിക്കായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നും നമ്മൾ ലാലേട്ടനെ കണ്ടിട്ടില്ല. അടുത്ത ദിവസമെങ്കിലും കാണുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി നമ്മളെ ഷൂട്ടിൻ്റെ. ഇന്ന് ലാലേട്ടൻ വരും എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടന് വേണ്ടിയിട്ട് ഇവിടെ കുട്ടികളും എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. എയർപോർട്ടിൽ ഇറങ്ങി എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലാലേട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു എല്ലാവരും. ഒരുപാട് നേരമായിട്ട് മാളൂട്ടി പോയിട്ട് ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ എപ്പോഴാണ് വരിക, എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ അവിടെ വരും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ലാലേട്ടനെ കാണാൻ വേണ്ടി. അങ്ങനെ ലാലേട്ടൻ വന്നു. മാളൂട്ടി ലാലേട്ടന് സ്റ്റാൻഡപ്പ് ഒക്കെ പഠിച്ചത് പറഞ്ഞു കേൾപ്പിച്ചു. ലാലേട്ടനോട് സംസാരിച്ചു, ലാലേട്ടന് ഉമ്മ കൊടുത്തു, ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. അപ്പോൾ അതെല്ലാം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ഞങ്ങൾക്ക് ഓർക്കുമ്പം ലാലേട്ടനോട് പറഞ്ഞ സ്റ്റാൻഡപ്പിൻ്റെ വീഡിയോസും അതുപോലെ ഇവൾ ചെയ്ത വേറെ സ്റ്റാർസിൻ്റെ കൂടെയുള്ള കുട്ടിച്ചോദ്യം എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൻ്റെ വീഡിയോസും എല്ലാം മമ്മൂക്കാൻ്റെ കൂടെയുള്ള വീഡിയോസും ഒക്കെ യൂട്യൂബിൽ മഴവിൽ മനോരമേൻ്റെ ചാനലിൽ തന്നെ പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത്. പിന്നെ നമുക്ക് എല്ലാ സ്റ്റാർസിൻ്റെ കൂടെയുള്ള വീഡിയോസും പലപ്പോഴും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ പറ്റുന്ന പോലെ വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇനി കാണാത്തവരുണ്ടെങ്കിൽ, ഇപ്പോഴും കാണാത്തവരുണ്ടെങ്കിൽ മഴവിൽ മനോരമേൻ്റെ ചാനലിൽ എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്തത് തന്നെ സ്പെഷ്യൽ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ മാളൂട്ടി പറഞ്ഞു കേൾപ്പിച്ചത്. മമ്മൂക്കാൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചതും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ സ്റ്റാൻഡപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ അത്രയും പെർഫെക്റ്റായിട്ട് അത് പറയുമെന്ന് ഞങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് 2-3 ദിവസം കൊണ്ട് അവൾ പഠിച്ചെടുത്തതായിരുന്നു കേട്ടോ അത്. അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത് അത് അൺബോക്സ് ചെയ്യാണ്. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ. അവൾക്ക് ഇഷ്ടമാവുന്ന കുറച്ച് ഗേളിഷ് പ്രൊഡക്ട്സ് ആയിരുന്നു. നീ ഹെയർ ബാൻഡ് സൂപ്പർ പെൻ. അങ്ങനെയല്ല. അങ്ങനെ മാരിയറ്റിലെ ഷൂട്ടിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. നമ്മൾ രാവിലെ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ ലാലേട്ടനുമായിട്ട് മാളൂട്ടി സംസാരിച്ചത് പേപ്പറിലൊക്കെ വന്നിട്ട് അത് നമുക്ക് ഓരോരുത്തർ അയച്ചു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മാളൂട്ടീനെ ഈ ഷോയിലേക്ക് വിളിച്ചവർ, മാളൂട്ടിൻ്റെ ഈ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്തവർ അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബാർബി സെറ്റ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ മാളൂട്ടിക്ക്. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ. കുറേ നേരം അതുമായിട്ട് കളിക്കുകയായിരുന്നു ഇന്ന്. ബാർബി സെറ്റ് കിട്ടിയപ്പോൾ തൊട്ട് അവൾക്ക് അത് വെച്ച് കളിക്കാനായിട്ടോ ഫുൾ ഇൻട്രസ്റ്റ്. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ കുറച്ച് നേരത്തേക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് പിന്നെ ബാക്കി ഷൂട്ടിന് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇന്നാണ് നമ്മൾ ഉണ്ണി മുകുന്ദനും നമിതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് റിഹേഴ്സലിന് വേണ്ടിയിട്ട്. അവരൊന്നിച്ചായിരുന്നു ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നത് ഷോയിൽ. അവിടെ നമിത ചേച്ചിൻ്റെ അമ്മയുണ്ടായിരുന്നു കേട്ടോ. എന്നോട് സംസാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ണിച്ചേട്ടനും നമിത ചേച്ചിയും ബ്ലാക്ക് കളർ ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പം ഞാനും വേഗം മമ്മിയോട് ചോദിച്ചിട്ട് ബ്ലാക്ക് കളർ ഡ്രസ്സ് മാറിയിട്ടോ. എന്നിട്ട് ഞങ്ങളൊക്കെ 3 പേരും ഒരേപോലെയായി. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ മാളൂട്ടി ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പാറു ഉണ്ടായിരുന്നു. പാറുവിൻ്റെ അടുത്ത് കിടന്നാണ് ഉറങ്ങിയത്. അത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ കുറേ നേരം ഡെയിൻ്റെ കൂടെ കളിച്ചു. അവൾ ബാർബി സെറ്റ് ഉണ്ടായിരുന്നല്ലോ കയ്യിൽ, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാ എടുക്കാൻ
ആ ഓക്കെ. എത്ര സെക്കൻഡ് വരെ പിടിക്കാം? Then you will say bye-bye to Mama and Papa. Oh, yes. അങ്ങനെ ഇന്നത്തെ ഷൂട്ട് നമുക്ക് ഓൾമോസ്റ്റ് കഴിയാനായി. ഇനി നമുക്ക് സ്റ്റുഡിയോയിലാണ് ഷൂട്ടുള്ളത്. അപ്പോൾ മാളൂട്ടി അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ കാണാൻ പറ്റി നമുക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മാളൂട്ടീൻ്റെ കുറച്ച് ഷോർട്സ് എടുക്കാനുണ്ടായിരുന്നു ഒറ്റയ്ക്ക്. അതൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ GP ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ മാളൂട്ടി പോയിട്ട് GPൻ്റെ കൂടെ കുറേ നേരം കളിച്ചു കേട്ടോ. മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി GPൻ്റെ ക്യാരക്ടർ അവളെ കൂടെ കളിക്കാനൊക്കെ കൂടിയപ്പോൾ അവൾക്കൊരു ഫ്രണ്ടിനെ കിട്ടിയ പോലെയായിരുന്നു. കുട്ടിച്ചോദ്യം സെഗ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ചുമ്മാ വീഡിയോസ് എടുക്കുകയാണെങ്കിലും ഒക്കെ GPൻ്റെ കൂടെയുള്ള വീഡിയോസിൽ ഫുൾ എനർജറ്റിക് ആയിരുന്നു. അതുകൊണ്ട് മാളൂട്ടി ഇവിടുത്തെ സ്റ്റാർസിനെയൊക്കെ കാണിച്ചു തരുന്നതിൻ്റെ തിരക്കിൽ ഞാൻ ഇവിടുത്തെ ഫുഡൊക്കെ കാണിച്ചു തരാം. ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് ലാസ്റ്റ് ഡേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇവിടുത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ഡിന്നറിന് വെച്ചിട്ടുള്ള സെറ്റാണ് ഇതൊക്കെ. നമുക്ക് കേർഡ് റൈസ് ഉണ്ട്, അല്ലാതെ വേറെ ചോറ് കറികൾ അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. വെജായിട്ടും നോൺ വെജായിട്ടും ഒക്കെ ഉണ്ട് കറികൾ. പിന്നെ സൂപ്സ് ഉണ്ട്, പിന്നെ ഡെസേർട്ട്സ് ഉണ്ട്. മാളൂട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ചോറിൻ്റെയൊക്കെ കൂടെ പപ്പടം പോലെ ഒരു ഫ്രൈ ചെയ്തൊരു സാധനം വെക്കും. അതിനെന്തോ ഒരു സ്പെഷ്യൽ പേരുണ്ടാകും, എനിക്കത് അറിയാത്തതുകൊണ്ടാണ്. അതെന്തായാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. YouTube കാണാൻ കാലങ്ങൾക്ക് ശേഷം ഞാനത് അപ്ലോഡ് ചെയ്യുമ്പോൾ അന്ന് നിവില്ലേ ഞാൻ എടുത്തിട്ടുണ്ടോ. നമ്മളങ്ങനെ മാരിയേറ്റിനോട് വിട പറയാൻ പോവുകയാണ് ഗൈസ് തൽക്കാലത്തേക്ക്. മാളൂട്ടി ഇത് പറ. മാളൂട്ടി ഇവിടുത്തെ ഫുഡെല്ലാം മിസ് ചെയ്യുന്നു പറഞ്ഞ് കുറെ പാക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാരീഡിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. നമുക്കിത് വണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ പോവാണ്. ഇനി നാളെ നമുക്ക് ഷൂട്ടുള്ളത് മഴവിൽ മനോരമേൻ്റെ സ്റ്റുഡിയോയിലാണ്. നാളെ ഒരു ദിവസം കൂടെയാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഷൂട്ടുള്ളൂ. ആറാമത്തെ ദിവസമാണ് ഞങ്ങൾ നിന്നും കൂടെ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് സ്റ്റുഡിയോയിൽ പോവാണ്, ഷൂട്ട് നടക്കുന്നിടത്ത് പോവാണ്. ഇത്രയും ദിവസം റിഹേഴ്സൽ നടക്കുന്നിടത്തായിരുന്നു നമ്മൾ. ഇന്ന് ഷൂട്ട് നടക്കുന്നിടത്തുണ്ടാവും. മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സിൻ്റെ ഷൂട്ടാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഇനി നാളെയൊക്കെ ഷൂട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇന്നും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലാലേട്ടൻ്റെ കുറച്ച് പാട്ടുകളും പിന്നെ റംസാൻ്റെ ഡാൻസും ഒക്കെ നമുക്കിന്ന് കാണാൻ പറ്റി നേരിട്ട്. അപ്പോൾ മാളൂട്ടി കണ്ട എല്ലാ സ്റ്റാർസിനെയും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ പേരുടെ കൂടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടൊക്കെ ഉള്ള വീഡിയോസിലുണ്ട്. പിന്നെ മാളൂട്ടി ചെയ്ത എല്ലാ പ്രോഗ്രാംസും മഴവിൽ മനോരമേൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി എല്ലാവരും വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. FBയിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്.